കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1.5-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രമതി ഭാമേനെ കാണാനായിട്ട് ഭാമയുടെ അരിയിലേക്ക് എത്തുവാണ്. പിന്നീട് ഭാമയോട് പറഞ്ഞു, എന്റെ മൂത്ത മരുമോളുണ്ടല്ലോ ശ്രുതി, അവൾ എനിക്ക് വേണ്ടിയിട്ട് 5000 രൂപ തന്നു പറയണം. 5000 രൂപയോ? അതെ, 5000 രൂപ പോക്കറ്റ് മണിയാന്ന് പറഞ്ഞ് തന്നാന്ന് പറയണേ. ഇതെന്താ ചന്ദ്ര, ഇതെന്ത് പറ്റി പുതിയൊരു ശീലം? എന്ത് ചെയ്യാനാന്ന് പറ, അവൾക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാ, അതുകൊണ്ട് തന്ന. പിന്നെ എന്റെ വർഷയുടെ കാര്യം അറിയാലോ, വർഷയാണല്ലോ അതുപോലെ തന്നെ എന്നോട് നല്ല സ്നേഹമുണ്ട്. ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ നിന്ന് 50 പവനൊക്കെ കൊണ്ടു തന്നിരിക്കുന്നത് കണ്ടോ. അവൾക്ക് ശമ്പളം കിട്ടിക്കഴിയുമ്പോ അവളും എനിക്ക് ഇതുപോലെ തന്നെ കൊണ്ടുതരുമെന്ന് പറയാം. ഇത് കേട്ടത് ഏകദേശം കാര്യങ്ങളൊക്കെ ഭാമയ്ക്ക് മനസ്സിലായി. അവള് പൊങ്ങച്ച വർത്താനം പറയാനായിട്ട് വന്നിരിക്കുക. തന്റെ മരുമോള് തന്റെ മോനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയല്ലോ, അപ്പൊ പൊങ്ങച്ചൻ കാണിക്കണമല്ലോ. അപ്പൊ അവളുടെ മരുമോള് അവൾക്ക് കൊണ്ടുവന്ന് 5000 രൂപ കൊടുത്തെന്നൊക്കെ. അപ്പൊ അതാന്ന് ഭാമയ്ക്ക് മനസ്സിലാവും ചെയ്തു. പക്ഷെ ഭാമ അത് പ്രകടിപ്പിച്ചൊന്നുമില്ല. ഭാമ പറഞ്ഞു, അതെ, നിന്റെ മരുമോളെ സെലക്ട് ചെയ്ത ആള് ആരാന്നറിയാവോ? ഞാനാ. ഈ ആലോചന കൊണ്ടുവന്നു വന്നത് ഞാനല്ലേന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെയാന്ന് പറയണം. അപ്പൊ അതിന്റെ ചെലവ് എനിക്ക് ചെയ്യണം. 5000 രൂപ കിട്ടിയില്ലേ, അപ്പൊ എനിക്ക് ചെലവ് ചെയ്യണമെന്ന് പറയും. ആ ചെലവ് ചെയ്തേക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് നിനക്ക് ബിരിയാണി വാങ്ങിച്ചു തന്നേക്കാം, അതുപോലെ നിൽക്കണം, അത് മതി എന്ന് പറയണം. പക്ഷെ വേറൊരുത്തി ഉണ്ടല്ലോ, എന്റെ ഇളയ മരുമോളല്ല, നടുവിലത്തെ മരുമോള്. അവള് 1 രൂപ പോലും തന്നിട്ടുമില്ല. അവള് കാരണം എനിക്ക് ഡെയിലി വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും ബാമ പറഞ്ഞു, അവൾക്ക് എന്താ ഒരു കുഴപ്പം? പിന്നെ അവൾക്ക് കുഴപ്പമുള്ളൂ, അവൾക്ക് എന്തേലും ജോലിയോ കൂലിയോ എന്തേലും ഉണ്ടോന്ന് ചോദിക്കും. അവളതിന് വീട്ടുപണി ചെയ്യുന്നുണ്ടല്ലോ, അവൾക്ക് അതിനേക്കാളും കൂടുതൽ പണി വീട്ടിലില്ലേന്ന് ചോദിക്കും. പിന്നെ വീട്ടുപണി ഉണ്ട് പോലും, ഒന്നും മിണ്ടായിരിക്കുന്ന ഭേദം. അവളുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടാനും പോകുന്നില്ല. ഇത് കേട്ടതും ബാമ പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയില്ല ചന്ദ്രേ, ഒന്നും അല്ലേലും രേവതിയെ കൊണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടി നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരില്ലേന്ന് ചോദിക്കാം. പിന്നെ ടേസ്റ്റ് ആണ് പോലും. പിന്നെ നിനക്ക് അവളുടെ കാര്യം പറയുമ്പോ എന്താ അവളോട് ഇത്ര സ്നേഹം എന്ന് ചോദിക്കാം. ഇല്ല, എനിക്ക് രേവതിനെ അറിയാം. ഞാൻ ഇന്നൊന്നല്ലേ അല്ല വരാൻ തുടങ്ങിയത്. രേവതി കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ എത്രയോ വട്ടം ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ രേവതിയുടെ ആ പെരുമാറ്റം എനിക്ക് എന്താണോ ആ കുട്ടീനെ ഇഷ്ടമെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, നീ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, ഞാൻ എന്താണല്ലോ ഇഷ്ടപ്പെടുകയല്ല. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, എങ്ങനെ അവരെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാന്ന് ഓർത്താ ഞാനിപ്പോ ഇരിക്കുന്നത്, എന്ത് ചെയ്യാനെന്ന് പറ. ഇപ്പൊ ഞങ്ങൾക്ക് മുറിയില്ലാതെ ഞങ്ങളാണ് ഹാളിൽ കിടക്കുന്ന. ഞങ്ങളുടെ മുറി ശ്രുതിക്കും വർഷിക്കും വേണ്ടി കൊടുത്തില്ലേന്ന് ചോദിക്കും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ കാര്യം രവിയേട്ടനോട് പറഞ്ഞു, മുറിയില്ലല്ലോ കിടക്കാനായിട്ട്. രവിയേട്ടൻ അതൊരു പ്രശ്നമില്ല. അവസാനം രവിയേട്ടനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സച്ചിയോടും രേവതിയോടും ഇവിടുന്ന് മാറാൻ പറയാം, അവര് വേറെ എവിടെയും വാടകയ്ക്ക് പോയി താമസിക്കട്ടെ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവിയേട്ടനോട് പറഞ്ഞെന്താണെന്നറിയാം, ഒരു കാര്യം ചെയ്യാം, അവരെല്ലാവരോടും മക്കളെല്ലാരും കൂടി ഈ വീട്ടിൽ കഴിയട്ടെ, നമുക്ക് 2 പേർക്കും അവിടെ മാറിക്കൊടുക്കാന്ന്. ഒരു വാടക വീടുത്തോ അല്ലെങ്കിൽ എന്തിനാണ്, അത് അങ്ങേരുടെ അമ്മയുണ്ടല്ലോ അവിടെ വീട്ടിൽ പോയി താമസിക്കാന്ന്. ഇത് കേട്ടതും ബാമയിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നീ എന്താ ചിരിക്കുന്നത്? അല്ല, ഞാൻ ആ രംഗമൊന്ന് ഓർത്ത് നോക്കിയതാ, നീ നിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നത്. നിനക്ക് ചിരിക്കാം, മനുഷ്യനാണ് ആകെപ്പാടെ നെഞ്ചിനുള്ള തീയ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. പിന്നെ നീ എന്ത് ചെയ്യാനാ പോണേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവരുണ്ടല്ലോ, ആ സച്ചിൻ രേവതി, അവരെ 2 പേരെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുമെന്ന് പറയാം. അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ ചന്ദ്രേ? പിന്നെ നടക്കാതെ അവളെ കൂടി ഞാൻ കുറെ പണിയെടുപ്പിച്ചു. അങ്ങനെയെങ്കിലും അവൾ വീട് വിട്ട് പോട്ടെ എന്ന് ഓർത്തത്. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, എത്ര പണിയെടുപ്പിച്ചിട്ടും അവൾക്ക് ഒരു മടുപ്പില്ല. അവളെ വീണ്ടും വീണ്ടും പണി ചെയ്ത് എല്ലാം തരുന്നല്ലാതെ അവൾ എന്നോട് ദേഷ്യപ്പെടും ഒന്നുപോലും ചെയ്യുന്നില്ല എന്ന് പറയാം. ഓഹോ, ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം എന്ന് വയ്ക്കും. അതല്ല, ശ്രുതിക്കും വർഷയ്ക്കും വേണ്ട എല്ലാ ജോലികളും അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. പക്ഷെ അവളൊരു പരാതിയൊന്നും പറയാൻ വരുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാമ പറഞ്ഞു, ശ്രുതിനെ വർഷേനെ പോലെയാണോ രേവതി? അവൾ ചെറുതിലെ മുതലേ വീട്ടുപണി എടുത്തോണ്ട് വന്നല്ലേ, അവളുടെ അച്ഛന്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വളർന്നല്ലേ. അപ്പൊ അവൾക്ക് വീട്ടുപണികൾ ഒരു പ്രശ്നമല്ല. അവൾ എത്ര വെള്ളം ചെയ്യും, ഒരു മടുപ്പും കൂടാതെ. ആരോട് പരാതി പറയാൻ വരത്തില്ല. ആ നല്ല കാര്യമല്ലേ നിൽക്കും, നല്ല കാര്യം പോലും. അവൾ എന്തേലും പറ്റില്ല എന്ന് പറഞ്ഞ് എന്തേലും കുടിച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ ആ പേര് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാന്ന് കരുതുന്നത് ഞാനാണ് വിഡ്ഢിന്ന് പറയണം. അത് ശരിയാ, ആ കാര്യം ശരിയാന്ന് പറയണം. അല്ലെങ്കിൽ നീ ഒരു വിഡ്ഢി തന്നെയാ. ഇത്ര നല്ലൊരു മരുമോളെ നീ അല്ലാതെ ഉപേക്ഷിക്കുള്ളൂ എന്ന് ചോദിക്കണം. പിന്നെ നല്ലൊരു മരുമോള്, നീ മിണ്ടണ്ട, എനിക്ക് എന്താണെങ്കിലും അറിയാം എന്ത് ചെയ്യണം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവളെ മിക്കവാറും ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാമിക്ക് ചന്ദ്രപതിയോട് സഹതാപ തോന്നിയത്. കാരണം ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടിയിട്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവളെ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രേവതി അടുക്കള ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അടുക്കള ഫുഡൊക്കെ ആയോന്ന് ചോദിക്കും. റെഡിയായി. അല്ല, എല്ലാവർക്കും കൂടെ ടിഫിനൊക്കെ റെഡിയായി. ടിഫിൻ റെഡിയായി, ഇതേ ഇഡ്ഡലി എടുത്താൽ മതി എന്ന് പറയണം. അല്ല, സാമ്പാറും തോരനൊക്കെ ഉണ്ടാക്കിയോ? എല്ലാം ഉണ്ടാക്കിയമ്മേ എന്ന് പറയണം. ഇതെന്താ നിനക്ക് ഇത്ര ദേഷ്യം?
ദേഷ്യമൊന്നും ഇല്ലമ്മേന്ന് പറയണേ. പിന്നെ ഞാൻ നിന്നോട് കുറെ കാര്യങ്ങളോ പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി തന്റെ കൈ അങ്ങ് നീട്ടി. ഇതെന്താമ്മേ? കയ്യ. മറ്റേ കൈയും കൂടെ നീട്ടി. ഇതോ ഇതും കയ്യ. രണ്ട് കൈയല്ലേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ കൈയൊന്നും ഇല്ലല്ലോ. ആ ഉള്ള കൈ വെച്ച് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്താ നീ എന്നെ രാവിലെ കളിയാക്കുവാണെന്ന് നിൽക്കും. കളിയാക്കിയതല്ലമ്മേ, അമ്മ കാണുന്നല്ലേ ഞാൻ ഇവിടെ കിടന്ന് അടുക്കളയിൽ കിടന്ന് പണീനെ. അമ്മ അങ്ങോട്ട് പോയിക്കോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ ചെയ്തോളാന്ന് പറയണം. അത് കാരണം ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പിന്നെ അവൾ ഇച്ചിരി പണി ചെയ്യുന്നതിന്റെ അവൾക്കിത്. ഇങ്ങനെയാണെങ്കിൽ സുധിയും വർഷയൊക്കെ ജോലിക്ക് തന്നെ പോകുന്ന, നിന്നെ പോലെ വെറുതെ വീട്ടിൽ നിന്ന് തിന്നുമല്ലെന്ന് പറയണം. ഇതൊക്കെ സച്ചി അപ്പുറം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സച്ചിക്ക് മനസ്സിലായി രാവിലെ തന്നെ അമ്മ ഒരു ഉടക്കം മൂടിലാണല്ലോ. അത് മാത്രമല്ല രേവതി രാവിലെ തൊട്ട് കുറ്റപ്പെടുത്താനും തുടങ്ങി. അപ്പോഴേക്കാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അതെ ആന്റി, എനിക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ സമയം, എനിക്ക് ഇച്ചിരി നേരത്തെ പോകണമെന്ന് പറയണം. അതിനെന്താ മോളെ, ഫുഡ് കഴിച്ചിട്ട് പോയാമെന്ന് പറയും. പിന്നീട് രേവതിയോട് വിളിച്ചിട്ട്, രേവതി ഇതേ ശ്രുതി പോയിട്ട് ഇറങ്ങുക, അവൾക്ക് കാപ്പി എടുത്തു കൊടുക്കാൻ പറയണം. ശ്രുതി പോയി അങ്ങോട്ട് ടേബിളെല്ലാം അങ്ങോട്ട് ഇരുന്നു. വലിയ ആള് കളിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് രേവതി, ഞാൻ ഇപ്പൊ ഇഡ്ഡലി എടുത്തോണ്ട് വരാന്ന് പറയണേ. ഇഡ്ഡലിയോ? ഇഡ്ഡലി എനിക്ക് വേണ്ട, ഇഡ്ഡലി എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. പെട്ടെന്ന് രേവതി വന്നിട്ട് പറഞ്ഞു, അതെന്താ പരിപാടി ഇങ്ങനെ പറയണേ? അല്ല എല്ലാവർക്കും കൂടിയുള്ള ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നേരത്തെ പറയാൻ പാടില്ലാന്ന് ചോദിക്കും. അല്ല വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേന്ന് ചോദിക്കും. ഇല്ല, അന്നൊരു കാര്യം ചെയ്യും, എനിക്ക് ഇച്ചിരി ദോശ ഉണ്ടാക്കി തന്നാ മതി എന്ന് പറയണേ. ദോശയോ? അതെ. അപ്പൊ ശ്രുതി ഇതെങ്ങനെ എന്നെ ചെയ്യും? ഞാൻ എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കും. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ നീ കൂടുതൽ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറയുന്ന കൂടെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയണം. ഇതെല്ലാം കേട്ട് സച്ചി അകത്ത് നിൽക്കുകയാണ്. വലിയ ആളും കളിച്ചിട്ട് ശ്രുതി അങ്ങോട്ട് ഇരിക്കുക വല്ല കൊച്ചമ്മയായിട്ട്. അപ്പൊ അതിന് വർഷയും കൂടെ അങ്ങോട്ട് വന്നു. വർഷ വന്നിരുന്നു. അപ്പൊ വർഷയോട് ചന്ദ്രമതിച്ച് മോൾക്ക് കാപ്പി എടുക്കട്ടെ നിൽക്കും. കാപ്പി എടുത്തോളാൻ പറയാണ്. പെട്ടെന്നാണ് വർഷയ്ക്ക് ആ കോള് വരുന്നത്. കോൾ എടുത്ത് നോക്കിയപ്പോ ഇതിന് ഡബിൾ സ്റ്റുഡിയോന്നാണ് വിളിക്കുന്നത്. പെട്ടെന്ന് അയാൾ വിളിച്ചിട്ട് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വർഷം, സാർ എന്തായി പറയണേ? ഞാനൊരു സീരിയലിന് വന്ന് ഡബ് ചെയ്തിട്ട് വന്നതല്ലേ. ഓ പിന്നെ മറ്റേ സീരിയലിന് വേണ്ടിയിട്ടോ? അതിനെനിക്ക് ഡബ് ചെയ്യുന്ന കാര്യം ഇഷ്ടമില്ല എന്ന് സാറിന് അറിയാമല്ലേ. ഒന്നെങ്കിൽ അതിന്റെ കഥ മാറ്റ്. സാർ എന്താ പറയണേ? ഒരു ക്രൂരയായ അമ്മായിമ്മയും ഒരു പാവം പിടിച്ചൊരു മരുമോളും. ആ മരുമകളുടെ വീട്ടിൽ പൈസ ഇല്ലെന്ന് കരുതിയിട്ട് ആ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളുവോ? എന്റെ അടുത്തെങ്ങാനും ആയിരിക്കണം. എന്റെ അടുത്തെങ്ങാനും ഇങ്ങനെ പെരുമാറിക്കൊണ്ട് എന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാരണം അടിച്ചാൻ പൊട്ടിക്കുമെന്ന് പറയണം. ഇത് കേട്ടോണ്ട് അകത്ത് നിന്ന് രേവതിക്ക് ചിരി വന്നു. ചന്ദ്രമതി ആകെപ്പാടെ ഒരു ഞെട്ടലോട് ചന്ദ്രമതി നിൽക്കുകയാണ്. അകത്ത് നിന്ന് സച്ചി ഇത് കേട്ടു. ശ്രുതിയൊക്കെ കേട്ടു ഈ പറയണേ. സീരിയലിന്റെ കാര്യമാണോ പറയുന്നത്. പിന്നീട് വർഷം, സാറെ കഥയൊന്നും മാറ്റാൻ നോക്ക്. ഇനിയെങ്കിലും ആ കഥയെ പിടിച്ചോണ്ടിരിക്കല്ലേ. മനുഷ്യനാണ് ഭ്രാന്താൻ തുടങ്ങി. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു കഥ? എപ്പൊ നോക്കിയാലും അമ്മായിമ്മയ്ക്ക് മരുമോളെ കുറ്റപ്പെടുത്താനും നോവിക്കാനോ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്നപ്പോ തന്നെ ചന്ദ്രമതി, എന്താ മോളെ? എന്ത് പറയാൻ എന്റെ അമ്മേ, ഒരു സീരിയലുണ്ട്, അതിന് ഡബ് ചെയ്യുന്ന കാര്യം പറഞ്ഞ അതിനകത്ത് ക്രൂരായ ഒരു അമ്മായിമ്മയാ. മരുമോൾക്കാണെങ്കിൽ എന്നും പണി കൊടുക്കും. പാവം മരുമോള് പണിയെടുത്ത് മടുത്തെന്ന് പറയാണ്. എന്റെ അമ്മായിമ്മ എങ്ങനെ ആയിരിക്കണം, ഞാൻ അവിടെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുന്നു പറഞ്ഞു പറയാം. അയ്യോ മോളെ, അല്ല അമ്മേനെ കുറിച്ചല്ല പറഞ്ഞേ, അമ്മ അങ്ങനെയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇവരെ കുഴപ്പമില്ല എന്ന് പറയാണ്. ചന്ദ്രമതിക്ക് മനസ്സിലായി, എന്റെ ദൈവമേ, ഇവളെങ്ങാനും ആണെങ്കിൽ തനിക്കിട്ട് തന്നത് തന്നെ. ഈ സമയം അകത്ത് നിന്ന് സച്ചിക്കും കൂടെ ചിരി വന്നു പോയി. കാരണം ചന്ദ്രമതിക്ക് പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്യുക, രേവതിനെ വിളിക്കണം. എന്താ കാര്യം എന്ന് ചോദിക്കണം. നീ ഒരു കാര്യം ചെയ്യ, ഈ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയണം. അങ്ങനെ ആപ്പിളും കൊടുക്കുക. രേവതിനെ കണ്ടോ ചന്ദ്രമതിക്ക് ഒരു പേടിയെ, ഇനി വിളങ്ങാനും തനിക്കിട്ട് വല്ല തല്ലും വെച്ച് തരുമോ അവസാനം വന്ന് കഴിയുമ്പോൾ താനിങ്ങനെ ക്രൂരമായിട്ട് ഇവളോട് പെരുമാറുന്നതിന്. ആ പേടിയൊരു ചന്ദ്രമതിയുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തു. പെട്ടെന്ന് രേവതി എഴുന്നിരുന്നപ്പോ രേവതി വിളിച്ചു, മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഇഡ്ഡലി കൊണ്ടുവരട്ടെ എന്ന് ചന്ദ്രമതി ചോദിക്കണം. വേണ്ടമ്മേ, ഇഡ്ഡലി വേണ്ടാന്ന് പറയാം. അതെന്താ? ഇഡ്ഡലി രാവിലെ തിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പത്തിന് ഉറക്കം വരും. ജോലി ചെയ്യാൻ പോയി കഴിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡബ് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ട് ശരിയാകത്തില്ലെന്ന് പറയും. എനിക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നാമെന്ന് പറയണേ. ഓംലെറ്റോ? ഓംലെറ്റ് മതി അമ്മയെന്ന് പറയണേ. പെട്ടെന്ന് ചന്ദ്രമതി അകത്തേക്ക് നോട്ട് പറഞ്ഞു, രേവതി ഇങ്ങോട്ട് വരാൻ പറയണേ. എന്താ? അതെ, വർഷയ്ക്ക് രാവിലെ ഇഡ്ഡലി വേണ്ടെന്ന്, അവൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. ഈ സമയം ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഓംലെറ്റ്. ഇതെല്ലാം കേട്ട് സച്ചി പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. സച്ചി വന്നിട്ട് ചോദിച്ചു, രേവതി നീ അവിടെ നിൽക്കാൻ വേണം. എന്താ? അതെ, എനിക്ക് ദോശ ഉണ്ടാക്കി വേണം എന്ന് പറയണം. ദോശയോ? അല്ല ഇഡ്ഡലി എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ഇവിടെ അങ്ങനെയല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കിയല്ലോ ഒരാൾക്ക് ദോശ ഒരാൾക്ക് ഓംലെറ്റ് അങ്ങനെയല്ലേ. ഇന്നത്തെ ഓംലെറ്റ് ഞാൻ തന്നെ കൂടെ ഉണ്ടാക്കാന്ന് പറയാണ്. അല്ലമ്മേ, എത്ര മുട്ട വെച്ച ഓംലെറ്റ് ഉണ്ടാക്കുന്നേ? 2 മുട്ട വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കണം പറയാ. 2 മുട്ട. പെട്ടെന്ന് രേവതി വർഷയോട് പറഞ്ഞു, അത് പക്ഷേ രാവിലെ ഈ ഓംലെറ്റ് കഴിക്കുന്നത് ശരിയല്ല വയറിന്. കാരണം എന്തെങ്കിലും ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കുക, അതാണ് നല്ലതെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല എടുത്തിയൊന്നും കുഴപ്പമില്ല, എടുത്ത് എനിക്ക് ഉണ്ടാക്കി തന്നാമോ എന്ന് പറയണം. പെട്ടെന്ന് സച്ചി ഞങ്ങളുടെ അടുക്കളയിലേക്ക് വന്നു. 2 മുട്ടയും എടുത്തു. ചന്ദ്രമതി പറഞ്ഞു, ഇന്നത്തെ ഓംലെറ്റ് ഞാനാ ഉണ്ടാക്കണേന്ന് പറയണം. ഓഹോ, നീയാണോ? എന്താണേലും ആട്ടെ. ഈ സമയത്ത് വർഷ പറഞ്ഞു, ചില ടേസ്റ്റോട് കൂടി കഴിക്കാന്ന് ഓർത്തോണ്ടാ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ദൈവം ഇങ്ങനെ ഇനിയിപ്പോ എന്തായിരിക്കും ഉണ്ടായിക്കൊണ്ട് വരാൻ പോന്നെ.
അപ്പൊ തന്നെ സച്ചി 2 മുട്ട എടുത്തോണ്ട് വന്നു. മുട്ട എടുത്തു വന്നിട്ട് ആ ഒരു മുട്ട താഴേക്ക് അങ്ങോട്ട് ഇട്ടു. ഇത് കണ്ട ചന്ദ്രമതി വെച്ച് നീ എന്താടാ കാണിക്കണെന്ന് ചോദിക്കണം. മനസ്സിലായല്ലേ, ഒരു മുട്ട പൊട്ടിച്ചു, പിന്നെ അടുത്ത മുട്ടയും കൂടെ താഴേക്ക് ഇടുവാണ്. നീ എന്താടാ കാണിക്കണേ, ഇപ്പൊ 2 മുട്ടയായി, ഇത് വന്ന് കഴിച്ചോളാൻ പറയാണ്. ഇത് കേട്ടതും വർഷയ്ക്കും ശ്രുതിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വർഷം നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കണം. മനസ്സിലായില്ലേ, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, ഇതെന്റെ ഭാര്യ അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയല്ല, മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരുടെയും വിചാരം എന്നിട്ട് ഹോട്ടലിൽ പോയിരുന്ന് ഓർഡർ ചെയ്യുന്ന പോലെ ഇഡ്ഡലി വേണ്ട, ദോശ മതി, ഓംലെറ്റ് മതി, നിനക്ക് നാണമില്ല ഇങ്ങനെ രാവിലെ വന്നിരുന്ന് പറയാനെന്ന് ചോദിക്കാം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, അതെ ഞാനതൊന്നും ഓർത്തിട്ടല്ല, അതെ ദേവചേച്ചി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാലോ എന്ന് ഓർത്ത് പറഞ്ഞാന്ന് പറയാണ്. ചന്ദ്രമതി നീ എന്താടാ പറഞ്ഞേ, മനസ്സിലായില്ലേ, ഇതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണ്, അമ്മ ഒരു കാര്യം ചെയ്യുക, ഇവർക്കുള്ളല്ല അമ്മ ഉണ്ടാക്കി കൊടുക്കുക, എന്റെ ഭാര്യയെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. എല്ലാവർക്കും ഓരോ വിഭവം, ഇവിടെ ഒരു സാധനം ഉണ്ടാക്കും, എല്ലാവരും വേണേ അത് കഴിക്കും, അല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹോട്ടൽ മെനു പോലെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പത്തേനും ഇവൾക്ക് ഇവിടെ നടുവേന കാലുവേന കൈക്കുവേന എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഞാൻ ആ തിരുമ്മി കൊടുക്കണമെന്ന് പറയാണ്. ചന്ദ്രമ പറഞ്ഞു ഇവൾക്ക് പിന്നെ ഇവിടെ എന്താടാ പണി, അവര് ജോലിക്ക് പോന്ന ഇവളിവിടെ വെറുതെ ഇരിക്കുമല്ലോ എന്ന് ചോദിക്കും. വെറുതെ ഇരിക്കുന്നേ, അന്ന് ഒരു കാര്യം ചെയ്യേ, അമ്മ വെറുതെ ഇരിക്കുമല്ലേ, അമ്മ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്ക് മരുമക്കൾക്ക് വേണ്ടിട്ട്, എന്റെ ഭാര്യനെ ഇതിനൊന്നും കിട്ടത്തില്ലെന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി ചാടി എഴുന്നേറ്റു. ശ്രുതി പറഞ്ഞു എനിക്ക് വേണ്ട കാപ്പി എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. മോളെ ഇരിക്ക്, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. വേണ്ടമ്മ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പത്തിനും വർഷം എഴുന്നേറ്റ് പോവാ. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞോണ്ട്. ചന്ദ്രമതിക്ക് ആകെപ്പാടെ ഭ്രാന്തായിപ്പോയി. ചന്ദ്രമതി നേരെ സച്ചിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം രേവതി പറഞ്ഞു സച്ചേട്ടാ ബാ സച്ചേട്ടന് ആഹാരം എടുത്ത് തരാന്ന് പറയണേ. എനിക്ക് വേണ്ട, എനിക്ക് പോകാൻ നിലപ്പം ധൃതി ഉണ്ടെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ, എല്ലാരും കൂടെ ഏൽപ്പിച്ചു വിടാനിപ്പം എന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുവാണ്. സച്ചിയും കൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വീണ്ടും കുത്തി കുത്തി രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി വരുവാണ്. അപ്പൊ രേവതി പറഞ്ഞു അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ, സച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വരായിരുന്നു, എല്ലാം പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അതെ നീ പെട്ടെന്നൊരു കാര്യം ചെയ്യുക, ഈ മുട്ട വീണ തറയൊക്കെ മുട്ട മാറ്റിട്ട് നന്നായിട്ട് അങ്ങ് തുടച്ചിടുക, അത് കഴിഞ്ഞ് കടയിൽ പോയി കുറച്ച് ചിക്കനും മീനും ഒക്കെ മേടിച്ചിട്ട് ഞാൻ പറയണം. ഇത് കേട്ടതും രേവതി ഒന്നും മിണ്ടിയില്ല. പിന്നീട് രേവതി എന്ത് ചെയ്ത് അവിടുത്തെ പണികളെല്ലാം ചെയ്തിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോവാണ്. അങ്ങനെ ആ സമയത്താണ് അവിടെ വെച്ച് ലക്ഷ്മിയമ്മേനെ കാണുന്നത്. ലക്ഷ്മിയമ്മേനെ കണ്ടതും രേവതി ഓടിച്ചെല്ലാണ് അമ്മയെന്നും വിളിച്ചോണ്ട്. അല്ല അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ കൊടുക്കാനുണ്ടായിരുന്നു, അപ്പൊ അതിനുവേണ്ടി വന്നാ മോളേന്ന് പറയാണ്. അല്ല മോൾക്ക് സുഖമാണല്ലോ അല്ലേ, അതേന്ന് പറയാണ്. സച്ചിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലമ്മേ, നല്ല രീതിയിലാണ് ജീവിതം പോകുന്നതെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി പെട്ടെന്ന് രേവതിയുടെ കഴുത്തേലേക്ക് ഒന്ന് നോക്കി. ഇതെന്താ നമ്മളെ ഈ മഞ്ഞച്ചരട് മാത്രം, ഇതെന്താ നിന്നെ മാലയൊക്കെ എന്തേന്ന് ചോദിക്കുകയാണ്, താലിമാലയൊക്കെ എന്തേന്ന് ചോദിക്കുക. ഒന്നും മിണ്ടിയില്ല. മോളെ കാര്യം പറ, എന്തു പറ്റിയെന്ന് ചോദിക്കണേ. ഒന്നുമില്ലമ്മേ, സച്ചി എന്തേലും മേടിച്ചോ, എന്തേലും കാര്യമുണ്ടോന്ന് ചോദിക്കും. ഒന്നുമില്ലമ്മേ, അതൊന്നും കുഴപ്പമില്ല, സച്ചേട്ടനൊന്നും മേടിച്ചു വെച്ചൊന്നുമല്ല, അതൊന്നും പ്രശ്നമില്ല. അതെ എനിക്ക് സമയം ഞാൻ പെട്ടെന്ന് കടയിൽ പോയിട്ട് പോട്ടെ, അമ്മ വീട്ടിലേക്ക് പൊക്കണം പറയാം. അതെ ഇവിടെ വരെ വന്നിട്ട് നീ വീട്ടിലേക്ക് പോകാനായിട്ടാ, നല്ല കഥയെ വാന്നും പറഞ്ഞോണ്ട് രേവതിനെ കൂട്ടി ലക്ഷ്മമ്മ വീട്ടിലേക്ക് പോവാണ്. അവിടെ ശരത്തും ദേവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് രേവതിയോട് ആഭരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. രേവതി ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം ശരത്ത് പറഞ്ഞു സച്ചേട്ടൻ മേടിച്ചോണ്ട് പോയതാണെന്ന് ചോദിക്കും. ദേവ് പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും, വല്ല സീസി അടയ്ക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട്. ഇത് കേട്ടതും ശരത്ത് പറഞ്ഞു അത്രയും രൂപയോ, അത്രയും രൂപയുടെ ഒന്നും ആവശ്യം സീസി അടയ്ക്കാൻ വരത്തില്ലോ, ഇത് വേറെന്തോ കാര്യമാ, എന്താ എടുത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞു മോളെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറ, നിന്റെ ആഭരണങ്ങളൊക്കെ എന്തിയേ, ഇനിയിപ്പോ വേറെ ആരെങ്കിലും മേടിച്ചോ അതോ സച്ചു കൊണ്ടേ പണയം വെക്കോ വിൽക്കോ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. ഇതൊന്നും അല്ലെന്ന് പറയാണ്. പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കും. അതെ എന്റെ അമ്മായിമ്മയ്ക്ക് ഞാൻ കൊടുത്താന്ന് പറയണേ. അമ്മായിമ്മയ്ക്ക് കൊടുത്തോ, ആർക്ക്, ചന്ദ്രമതി ചേച്ചിക്കോ, എന്തിനാ അവർക്ക് കൊടുത്തേ. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. വഴക്കുണ്ടാക്കിയതും കാരണം വർഷയുടെ വീട്ടിൽ നിന്ന് കുറെ സ്വർണ്ണമൊക്കെ ഉണ്ടെന്നും ശ്രുതിയുടെ വീട്ടിൽ നിന്നും അവർക്കും വലിയ മലേഷ്യയുള്ള പിടിപാടുള്ള അവരുടെ അച്ഛൻ മലേഷ്യ ബിസിനസ്സാ, അപ്പൊ ഒന്നും കിട്ടാത്ത എനിക്ക് വേണ്ടി എനിക്കാണ്, അപ്പൊ എന്നെ അങ്ങോട്ട് സ്വർണ്ണം വിട്ട് കെട്ടിക്കൊണ്ട് പോയതാ എന്നൊക്കെ എല്ലാവരും മുന്നിൽ വെച്ച് നാണം കൃത്തിപ്പോ എനിക്ക് സഹിച്ചില്ലമ്മേ, അതുകൊണ്ട് ഞാൻ ഊരി കൊടുത്താന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ചിട്ടി പിടിച്ചിട്ടുണ്ട്, ആ പൈസക്ക് നിനക്കൊരു മാല മേടിച്ചു തരാന്ന് പറയണം. വേണ്ടമ്മേ അതിന്റെ കാര്യമൊന്നുമില്ല, ഇതേ ഇനിയുള്ളത് ദേവുവാണ്, ദേവിനെങ്കിലും നല്ല രീതിയിൽ സ്വർണം കൊടുത്താൽ കെട്ടിച്ചു വിടണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും വേണ്ട എന്നൊക്കെ പറയും സ്ത്രീധനം, പക്ഷേ എങ്കിൽ ആൾക്കാർ കൊടുക്കുകയും ചെയ്യും, അവർ വാങ്ങിക്കുകയും ചെയ്യും. വേണ്ടാന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവസാനം വരുമ്പോഴത്തേനും ജീവിതം പെൺകുട്ടികളുടെ തകർന്നു പോകുന്നൊക്കെ പറയണം. ഇത് കേട്ടൻ ദേവ് പറഞ്ഞു എനിക്കിപ്പോ എന്താണ് സ്ത്രീധനം വേണ്ട, ഒന്നും വേണ്ട, ഞാനിപ്പോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയും. ഇത് കേട്ടതും രേവതി പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല മോളെ, കാരണം എന്റെ അവസ്ഥ ആയിരിക്കരുത് നിനക്കുണ്ടാകുന്നത്, നിന്നെ കൊണ്ട് നല്ലൊരു ചെറുക്കനെ കൊണ്ട് വേണം നിന്നെ കല്യാണം കഴിപ്പിക്കാനും എന്നൊക്കെ ലക്ഷ്മിമാടായിട്ട് രേവതി പറയാണ്. ശരത്ത് പറഞ്ഞു
ഒരു കാര്യം ചെയ്യാറുതി, ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. നിനക്ക് എവിടുന്ന പൈസ? അല്ല, ഞാൻ ആരുടെയും മേടിച്ചു തരാം, ചേച്ചി മാലയും കാര്യങ്ങളൊക്കെ മേടിക്കുക, ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സങ്കടമാവെന്ന് പറയണം. പിന്നീട് ദേവ് നോക്കിയിട്ടുണ്ട്, ഓ കമ്മല് വളയൊക്കെ ഉണ്ടല്ലേ, അത് സച്ചിയുടെ അച്ഛമ്മ മേടിച്ചിട്ട് തന്നുകൊണ്ടായിരിക്കും, അത് ചേച്ചി ഊരി കൊടുക്കാത്തല്ലേന്ന് ചോദിക്കും. അതുകൊണ്ടാന്ന് പറയാണ്. അല്ല, ചേച്ചിക്ക് അതൊക്കെ ഊരി കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു അവരുടെ കയ്യിലേക്ക്? അതൊക്കെ സച്ചിയുടെ അച്ഛൻ മേടിച്ചു തന്ന സാധനങ്ങളല്ലേ, പിന്നെ എന്തിനാ അവരുടെ മുന്നിൽ ഊരി കൊടുത്തെന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ എനിക്ക് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഊരി കൊടുത്താ. പിന്നെ സച്ചേട്ടൻ എനിക്കെല്ലാം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മമ്മയ്ക്ക് സന്തോഷമായി. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, എല്ലാം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പൈസ ഇല്ലെങ്കിലും പൈസ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചു തന്നോളും. അതുകൊണ്ടോർത്ത് എനിക്ക് അതോർത്തൊരു ടെൻഷനില്ല. ആരൊക്കെ വീട്ടിൽ എന്നെ എതിർത്ത് നിന്നാലും സച്ചേട്ടൻ എന്നോടൊപ്പം ഉണ്ടല്ലോ, അത് തന്നെ എനിക്കൊരു ധൈര്യമാണെന്ന് പറയാണ്. ലക്ഷ്മിയമ്മയ്ക്ക് വിഷമമായിരുന്നു. തന്നെ കൂടെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലോ, അല്ലെങ്കിൽ തന്റെ മോൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലൊരു വിഷമം. ഇത്രയൊക്കെ ആയിട്ടും അവളെ എല്ലാരും വീട്ടിലിട്ട് കുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അവൾക്ക് സ്വർണം പണമൊന്നും ഇല്ലാത്തതുകൊണ്ടാ. ഒരുപക്ഷെ അവളും വലിയ വീട്ടിൽ നിന്ന് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഒരു പണിയൊന്നും അവിടെ എടുക്കാതെ, അല്ല പണിയെടുക്കുന്നതിന് കുഴപ്പമില്ല, ഇത്ര ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം വരത്തില്ലായിരുന്നു, അവൾക്ക് വീട്ടിലൊരു വില കിട്ടിയാൽ എന്നൊക്കെ ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് രേവതി പറഞ്ഞു, എന്നാ ശരിമേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞിട്ട് പോരുവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവു ലക്ഷ്മിയോട് പറഞ്ഞു, എന്നാലും ഇത് കുറെ കഷ്ടം തന്നെയാ, ചേച്ചിയാണ്ട് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നു, ഞാനൊക്കെ ആയിരിക്കണം പണ്ടേ അവരെ മിക്കവാറും കണ്ടോ അടിച്ചോടിച്ചാലെന്ന് പറയണം. എന്നാലും ഇങ്ങനെയുണ്ടോ ക്രൂരമായ സ്ത്രീകളൊക്കെ ഇന്നത്തെ കാലത്ത്? അവരേത് തലമുറയിൽ ജീവിക്കുന്നതാണോ? ഇത് മരുമോളെ ഇങ്ങനെ ഇത് മാറിയിട്ട് കഷ്ടപ്പെടുത്തുന്നേ, ശരിക്കും പറഞ്ഞ ഇതിന്റെ ശിക്ഷ അവർക്ക് കിട്ടേണ്ടതാന്ന് പറയണം. ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മോളുടെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനെന്ന് പറയണം. പിന്നീട് രേവതി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ചന്ദ്രമതി ഇങ്ങനെ കാലുമേ കാലെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. രേവതി വന്നതെന്ന് ചോദിച്ചു, നീ എങ്ങോട്ട് പോയതെന്ന് ചോദിക്കും. ഇത്ര സമയം? അമ്മയല്ലേ പറഞ്ഞ കടയിൽ പോയിട്ട്, അതിന് ഇത്ര സമയം വേണമെന്ന് ചോദിക്കും. അമ്മേ, ഈ മാർക്കറ്റിൽ പോയിട്ട് എല്ലാ കടകളിൽ കൂടെ കയറി ഇറങ്ങി സാധനമൊക്കെ മേടിച്ചു വരണ്ടേന്ന് ചോദിക്കും. അതോ ഇനിയിപ്പൊ നീ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെന്ന് ഒരു ദ്വയാർത്ഥം വെച്ച് അങ്ങോട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രേവതി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷം വരാൻ പോകുന്ന ദിവസത്തെ കേട്ടോ. അപ്പൊ ചിലർക്കൊക്കെ സംശയമുണ്ട്, ചിലർ ആദ്യം ഒന്നും കേൾക്കത്തില്ല, പെട്ടെന്ന് വന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, നാളെ കാണിക്കുന്ന കഥ അല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ നാളെ കാണിക്കുന്ന കഥയല്ല, അപ്പൊ നാളത്തെ കഥയെന്നും പറഞ്ഞ എന്റെ ഹെഡിങ് എടുത്ത് മാത്രമേ ഉള്ളൂ, ഇത് വരാൻ പോകുന്ന ദിവസത്തെയാ. അപ്പൊ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് പെട്ടെന്ന് അത് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എല്ലാ ദിവസത്തെ വിശേഷം ഞാൻ വൈകുന്നേരം ഇടുന്നുണ്ട് കേട്ടോ, നാളത്തെ പ്രമോ വിശേഷം പറഞ്ഞുകൊണ്ട്. അപ്പൊ അതും കൂടെ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.